ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മനുഷ്യ ചരിത്രത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങളുളവാക്കിയ രണ്ട് കണ്ടുപിടുത്തങ്ങളാണ് ടെലിവിഷനും കമ്പ്യൂട്ടറും. ആധുനികതയുടെ നേരിയ വളർച്ചയെങ്കിലും കടന്നു ചെന്നിട്ടുള്ള സമൂഹങ്ങളിൽ ഇവ അലയൊലികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരേ സമയം വിചാരത്തോടും വികാരത്തോടും സംവദിക്കുന്നു എന്നത് തന്നെ ആയിരിക്കണം ഇവയുടെ സ്വാധീനത്തിനു കാരണം. ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം കുട്ടികളിൽ എന്ന നമ്മുടെ വിഷയത്തെ ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം സമീപിക്കാൻ. വൈജ്ഞാനിക സാങ്കേതിക പുരോഗതികളോട് പുറംതിരിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം എന്തു തന്നെയായാലും നമുക്ക് സ്വീകരിക്കുക വയ്യ. ശാക്തീകരണം ഒരു ദൗത്യമായി കൊണ്ടു നടക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും വളരെ ലളിതമായി നമുക്ക് ഈ വിഷയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. നിലവാരം കുറഞ്ഞതും സാംസ്കാരിക വിരുദ്ധമായ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അഥവാ കാണുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവങ്ങളും ജീവിത രീതികളും നമ്മിലുണ്ടാകും. അതല്ല, ചിന്തയെ തൊട്ടുണർത്തുന്നതും മൂല്യങ്ങളെ ഊട്ടിവളർത്തുന്നതുമായ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മിലുണ്ടാകും. നിർഭാഗ്യവശാൽ തിന്മയുടെയും പൈശാചികതയുടെയും അതിപ്രസരമാണ് ഇന്ന് മീഡിയകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബദൽ മാധ്യമങ്ങൾ രംഗം പിടിച്ചെടുക്കുന്നതുവരെ ഒരുതരം സ്വയംകൃത അരിപ്പുകൾ ഉപയോഗിക്കുക എന്ന് തന്നെയായിരിക്കും കരണീയം. പ്രവാസികളായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വീകരണ മുറികളിലെ ഒരു അവിഭാജ്യ ഘടകമായി തീരുകയാണ് ടെലിവിഷൻ. മാതാപിതാക്കളുടെ തിരക്കും മൊത്തത്തിലുള്ള ജീവിത ശൈലിയും വെച്ച് കാരണമായി ഇതിനു പുറമെ ഒരു ജീവിതം നമുക്ക് അന്യമാണ്. പാടത്തും പറമ്പത്തും ഓടിക്കളിച്ചും മാമ്പഴക്കാലത്ത് മാങ്ങ പെറുക്കിയും മഴക്കാലത്ത് തോട്ടിൽ മീൻ പിടിച്ചും മറ്റുമുള്ള കളികൾ നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ടോം ആൻഡ് ജെറിയും സ്പൈഡർമാനും ബെൻടെനും ബാർണിയും ഒക്കെയാണ് പൊതുവെ നമ്മുടെ കൂട്ടുകാരും കളിസ്ഥലങ്ങളും. വല്ലപ്പോഴും വീണ് കെട്ടുന്ന ഇത്തരം കലാകായിക മാമാങ്കങ്ങളാണ് ഒരേ ഒരു ആശ്വാസം. എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ കൂടി സ്മരിക്കാതെ ഈ വിഷയം അവസാനിപ്പിക്കുന്നത് ശരിയാകില്ല. കോമാളിത്തരം കാച്ചുന്ന നമ്മുടെ VS-ഉം കോടികൾ അടിച്ചു മാറ്റിയ കൽമാടിയും ചോദ്യപേപ്പറുകാരൻ ജോസഫും 2G രാജയും പൊരുതുന്ന ഫലസ്തീനും ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിക്കിയുമൊക്കെയാണ് കാർട്ടൂണുകളോടൊപ്പം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. അടുക്കള വിഭവങ്ങളിലെ ഗവേഷണം മുതൽ സഞ്ചാരിയുടെ ലോകത്തെ കൗതുക കാഴ്ചകൾ വരെ ഇത് നീണ്ടു നിൽക്കുന്നു. തീർച്ചയായും വിജ്ഞാനപ്രദമായ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിലും സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നമ്മെ അടിമുടി തകർക്കാൻ കഴിയുന്ന ഇരുതല മൂർച്ചയുള്ള ഒരു വജ്രായുധം തന്നെയാണ് ഈ കറുത്ത പെട്ടിയിലെ വർണ്ണരാജികൾ. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഒരു നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ടും ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. വാഹിർ തവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.